ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറോളം ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലർ ബുക്ക് വായിക്കുമായിരിക്കും, ചിലർ ഫോൺ നോക്കുമായിരിക്കും, ചിലർ ന്യൂസ് പേപ്പർ വായിക്കുമായിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരീരത്തിന് ശരിക്കും ഇതൊരു സ്ലോ പോയിസൺ ആയിട്ട് ഇത് മാറും. ഇത് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പതുക്കെ പതുക്കെ ഓരോ വർഷങ്ങൾ എടുക്കുമ്പോൾ ഇത് പല പ്രോബ്ലംസും ഉണ്ടാക്കും. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു റിലാക്സിങ് ചെയർ അല്ല. നമ്മൾ അവിടെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോബ്ലം മലബന്ധം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ സോഫയിൽ ഇരിക്കുന്നത് പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. ടോയ്ലറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രാവിറ്റി താഴേക്ക് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. റെക്റ്റം തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ നമ്മുടെ വെയിൻസിലെ ഫുൾ പ്രഷർ ഏൽക്കുകയാണ്. പെൽവിക് ഫ്ലോർ, അതായത് നമ്മുടെ മസിൽസ് എല്ലാം ഫുൾ സ്ട്രെച്ച് ആവുകയാണ്. ഇതൊരു പാസീവായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നത് പോലെയല്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാക്സിമം ഒരു 5 മിനിറ്റ് കൂടുതൽ ടോയ്ലറ്റ് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഹെമറോയിഡ്സ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്. കുറേ ദിവസങ്ങളെടുത്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകും. അത് കഴിയുമ്പോൾ അത് മലദ്വാരത്തിലൊരു വിള്ളൽ ഉണ്ടാക്കും, ഫിഷർ ഉണ്ടാക്കും. അതായത് കട്ടിയുള്ള സ്റ്റൂൾ വന്നതിന് ശേഷം സ്കിൻ കീറി വളരെയധികം ബ്ലേഡ് ഇട്ട് കീറിയതുപോലെയുള്ള വേദന വരും. പിന്നെ ബാത്റൂമിൽ പോകാതെയാകും. ഇത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. അത് മാത്രമല്ല, പെൽവിക് ഫ്ലോറിന്റെ മസിൽസിന്റെ ശക്തി കുറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രൊലാപ്സ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ഗ്യാസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സ്റ്റൂള് ലീക്ക് ആകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. ശരിക്കും സ്ക്വാട്ട് ചെയ്യുന്ന പൊസിഷനാണ് നാച്ചുറൽ പൊസിഷൻ. റെക്റ്റം സ്ട്രെയിറ്റ് ആകാനും ഒരു മിനിമൽ എഫേർട്ട് കൊടുക്കുമ്പോൾ സ്റ്റൂള് പോകാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ യൂറോപ്യൻ ക്ലോസിന്റെ ആംഗിൾ ശരിക്കും തെറ്റാണ്. റെക്റ്റം ബെൻഡ് ആയിരിക്കുകയാണ്. കുറച്ചുകൂടെ പ്രഷർ കൊടുക്കണം. എപ്പോഴും ചെയ്യേണ്ട കാര്യം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ ഫൈബേഴ്സ് ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മോഷൻ പോകാൻ ഹെൽപ്പ് ചെയ്യും. യൂറോപ്യൻ ക്ലോസറ്റ് ഇരിക്കുമ്പോൾ കാലെപ്പോഴും ഉയർത്തി വെച്ചിരിക്കുക. അതിനായിട്ട് ഒരു ചെറിയ സ്റ്റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെക്റ്റം സ്ട്രൈറ്റ് ആകാനും ആ ഒരു സ്ട്രെയിനിങ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ടൈമും കുറയ്ക്കും. സ്റ്റൂള് വരാനായിട്ട് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല.